ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മത്തൻ കുമ്പളങ്ങ ഓലൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓലനാണ് കേട്ടോ. പുതുതായിട്ട് കുക്കിംഗ് എല്ലാം പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം വെക്കാൻ പറ്റുന്ന അടിപൊളി ഓലനാണ്. ആ ഓലൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു മത്തൻ കുമ്പളങ്ങ വെച്ചിട്ട് ഒരു ഓലൻ ഉണ്ടാക്കിയാലോ? മത്തൻ കുമ്പളങ്ങ അല്ലെങ്കിൽ മത്തങ്ങ എന്നെല്ലാം പറയും അല്ലെ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഓരോ ഓലൻ ഉണ്ടാക്കാൻ നോക്കാം. ഓലനാവുമ്പോൾ നമ്മൾ വറവ് എന്ന് പറയുന്നത് വാട്ടർ കണ്ടന്റ്, വെള്ളത്തിന്റെ കണ്ടന്റ് ഇല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കുന്നതിനാണ് നമ്മൾ വറവ് എന്ന് പറയാം അല്ലെ. ഓലൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തോട് കൂടിയിട്ടുള്ള അതിനാണ് നമ്മൾ ഓലൻ എന്ന് പറയാം. ഈ മത്തൻ കുമ്പളങ്ങ എങ്ങനെ ഓലൻ വെക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ടുന്ന സാധനങ്ങൾ മത്തൻ കുമ്പളങ്ങ വേണം, പിന്നെ തേങ്ങ, ഒരു പച്ചമുളക് ഞാൻ എടുത്തിന്, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ വറുത്തിടുന്നത് ഞാൻ വെളുത്തുള്ളിയും ഉണക്കമുളകും വെച്ചിട്ടാണ് വറുത്തിടുന്നത്. പിന്നെ ഉപ്പ് വേണം, വെളിച്ചെണ്ണ വേണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് മത്തൻ കുമ്പളങ്ങന്റെ ഉള്ളിലത്തെ ഈ കുരുവെല്ലാം റിമൂവ് ചെയ്ത് പുറത്തെ സ്കിന്നിന്റെ ഗ്രീൻ പോർഷൻസും റിമൂവ് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ മത്തൻ കുമ്പളങ്ങ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടാ. ഓലം വെക്കാൻ നമ്മൾ ഏകദേശം ഈ ഒരു സൈസിലാണ് എല്ലാം കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു പച്ചമുളകും, ഈ കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങിയും പച്ചമുളകും കൂട്ടിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ എടുത്ത കുമ്പളങ്ങ മുഴുവൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, അതിന്റെ പകുതി മാത്രമേ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ. കാരണം അത്രയല്ലേ ആവശ്യമുള്ളൂ, ഇത് തന്നെ ഉണ്ട് അധികമാണ്. അപ്പൊ ഈ ഒരു കുമ്പളങ്ങി എടുത്തതില് ഞാൻ ഇതിന്റെ പകുതി ആണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഏറ്റവും ഈസിയാണ് കേട്ടോ ഈ ഓലനിൽ എന്ന് പറയുമ്പോൾ, ഹെൽത്തിയാണ്, ഈസിയാണ്. കുറച്ചിട്ട് കൊടുത്താൽ ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടാ, അധികം വെള്ളം ഒഴിക്കണ്ട. കാരണം മത്തൻ കുമ്പളങ്ങിയിൽ അത്യാവശ്യം വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കാം. നമ്മൾ തേങ്ങയിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടാ, കുക്കറിലൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും ഈസിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്യാസിൽ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. മൂടിയിട്ട് അടച്ചു വെക്കും. അടച്ച് വെച്ച് വേവിക്കുക. അതിന് വെന്തതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി, ചുവന്ന മുളകും കറിവേപ്പിലയും ഇട്ട് വറുത്തിടാം. ഇത് നമ്മളെ കുമ്പളങ്ങയില ഇട നന്നായിട്ട് തിളച്ച് വെന്ത് വന്നു കേട്ടാ. എത്ര പെട്ടെന്നാണല്ലേ, എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ഒരു ഓലനാണ് കേട്ടാ. കണ്ട, ഇനി കുറച്ച് നമ്മള് ഇതിൽ വെള്ളമുള്ളൂ കേട്ടാ. ഇത്ര വെള്ളം വേണ്ട, കുറച്ചും കൂടി വെള്ളം വറ്റിക്കോട്ടെ. എന്നാലും കുറച്ച് വെള്ളത്തിന്റെ കണ്ടന്റ് വേണം താനും. നമ്മളിത് ഉടച്ചിട്ടൊന്നും കൊടുക്കണ്ട കേട്ടാ. കുമ്പളങ്ങ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകുന്ന ടൈപ്പാണ്. അപ്പൊ നമുക്ക് അധികം കയ്യിലിട്ടിട്ട് കുറച്ചും കൂടി വെള്ളം വറ്റിയിട്ട് വന്നിട്ടാകുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ. ഓലനെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങളെ കയ്യില് പച്ചക്കറി മാത്രം കഴിക്കുന്നവർക്ക് വെളുത്തുള്ളി മാത്രം ഇട്ടിട്ട് വറുത്തിട്ട് കൊടുക്കുക. നിങ്ങളെ കയ്യില് നല്ല ഉണക്കച്ചെമ്മീൻ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടാ. ഉണക്കച്ചെമ്മീൻ എടുക്കുക, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിന്റെ തലയും വാലെല്ലാം നുള്ളിക്കളഞ്ഞിട്ട് നമ്മൾ ഈ വറുത്തിടുന്ന വെളുത്തുള്ളിയില്ലേ, വെളുത്തുള്ളി വറുത്തിടുന്ന സമയത്ത് ആ ഉണക്കച്ചെമ്മീനും കൂടി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇതില് ഇട്ടു കൊടുത്താലുണ്ടല്ലോ, ഒന്നും പറയാനില്ല, അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ചെമ്മീൻ ഇട്ട് വറുത്തിട്ടിട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. നമ്മള് നാട്ടിൽ നിന്നല്ല അങ്ങനെ ചെയ്യലുണ്ട്, എൻ്റെ അമ്മ എങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതാ ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടാ. അപ്പോ നമുക്കിനി വറുത്തിടാനുള്ള ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചെടുക്കാം. ഞാൻ കുമ്പളങ്ങ ഓലൻ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി വറുത്തിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട
വെളുത്തുള്ളി. ഇതാ ഞാനിവിടെ ചെറുതായിട്ട് വെളുത്തുള്ളി ഈ ഒരു സൈസിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെളുത്തുള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കും. നിങ്ങൾ ചെമ്മീൻ ചേർക്കുന്നുണ്ടെങ്കിൽ, ഉണക്കച്ചെമ്മീൻ ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഏറ്റവും ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. വെളുത്തുള്ളി ചെറുതായിട്ട് ഗോൾഡൻ കളറായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ച വറ്റൽമുളക് ചേർത്ത് കൊടുക്കും. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ച കറിവേപ്പിലയും ഇട്ട് കൊടുക്കും. കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നന്നായി മിക്സ് ചെയ്ത്. ഇനിയൊന്നുമില്ല, ഇത് നമുക്കിനി മത്തൻ കുമ്പളങ്ങ വേവിച്ച് വെച്ച അതിലേക്ക് ഓലനിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മളെ കറി ഇവിടെ റെഡിയാണ്. കണ്ട, ഇനി നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് കുമ്പളങ്ങ ഓലനിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും കേട്ടോ. കണ്ട, ചെറിയൊരു വാട്ടർ കണ്ടന്റ് ഉണ്ടാവും കണ്ടോ ഇതില്, അതുകൊണ്ടാണ് ഇതിനെ ഓലൻ എന്ന് വിളിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഓലൻ വെക്കാത്തവര് ഇങ്ങനെയൊന്ന് എന്തായാലും മസ്റ്റായിട്ട് ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.